നമസ്കാരം. ഹൈപ്പർ ടെൻഷൻ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രമോദ് വി.കെ. ആണ്. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഹൈപ്പർ ടെൻഷൻ? ഇത് കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം. നമ്മുടെ രക്തസമ്മർദ്ദം നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രഷറാണ്. ഈ രക്തം പമ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രഷറാണ്. അതിന്റെ ഒരു ലെവലിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ രക്തസമ്മർദ്ദം പല അസുഖങ്ങൾക്കും കാരണമാകാൻ ഇടയാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രക്തസമ്മർദ്ദം നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അത് തടയാൻ വേണ്ടി നമുക്കറിയാം, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് നമ്മുടെ പല രാജ്യത്ത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായി കാണുന്നത്. അപ്പൊ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തടയാനും കൺട്രോൾ ചെയ്യാനും ഈ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള അവസ്ഥ നേരത്തെ കണ്ടുപിടിക്കുകയും അത് അതിൻ്റെതായ രീതിയിൽ ചികിത്സിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകദേശം ഏകദേശം നമ്മുടെ ഈ രാജ്യത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 30% ആൾക്കാരും ഈ അമിത രക്തസമ്മർദ്ദമുള്ള ആൾക്കാരാണ്. പക്ഷെ അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അവയർനെസ്, അതായത് നമുക്ക് ആ ഒരു അമിത രക്തസമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ അറിയുന്നത് വളരെ കുറവാണ്. ഏകദേശം 1/4 അല്ലെങ്കിൽ 1/5 ഒക്കെ ആ ലെവലിൽ മാത്രമേ അവർ ഈ രോഗം ഉള്ളതായിട്ട് തന്നെ അറിയുന്നുള്ളൂ. അതിൽ തന്നെ അറിഞ്ഞ ആൾക്കാരിൽ തന്നെ ചികിത്സ എടുക്കുന്നതും അതിലും വളരെ താഴ്ന്ന ഒരു ശതമാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ, ഹൈപ്പർ ടെൻഷൻ എന്നുള്ള കണ്ടീഷൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ ശരിയായ രീതിയിലുള്ള ചികിത്സ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, എപ്പോഴാണ് രക്തസമ്മർദ്ദം ഉയർന്നു എന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്തെല്ലാം തരത്തിലുണ്ട്? ഈ ഹൈപ്പർ ടെൻഷൻ എന്ന, അതായത് ഞാൻ ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ലെവലിന്റെ മുകളിൽ തുടർച്ചയായിട്ട് നിന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഈ മരണത്തിലേക്ക് അത് എത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ആ ഒരു ലെവലിൽ നമ്മുടെ പല വിശകലനത്തിലും പല പഠനത്തോടും അതിന്റെ മുഖേനയാണ് കണ്ടുപിടിച്ച് അത് ഓരോരോ നമ്മുടെ പിന്നെ ഇപ്പം കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഒരു ലെവലാണ് വെച്ചിരിക്കുന്നത്. പൊതുവെ നമ്മൾ നോർമൽ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക്, അതായത് കൂടുതലായിട്ടുള്ള ഈ രോഗങ്ങളൊന്നും വരാതിരിക്കുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 സിസ്റ്റോളിക് പ്രഷർ 120ഉം ഡയസ്റ്റോളിക് പ്രഷർ 80ഉം അത് അതിന്റെ താഴെയോ നിൽക്കുന്നതാണ് ഉചിതമായത്. പക്ഷെ അത് ഹൈപ്പർ ടെൻഷൻ എന്ന ലെവലിലേക്ക് അതൊരു 140ന്റെ മുകളിൽ സിസ്റ്റോളിക് പ്രഷറും 80ന്റെ മുകളിൽ ഡയസ്റ്റോളിക് പ്രഷറും 80-90, അത് ഈ പറഞ്ഞ മാതിരി ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അത് നമ്മളുടെ പല കണ്ടീഷൻസും ഒരാളുടെ മറ്റു പല രോഗങ്ങളും കൂടി കണക്കിലെടുത്തിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ 140ന്റെയും 90ന്റെയും മുകളിൽ ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഡോക്ടർ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ സംഭവിക്കാം? ഹൈപ്പർ ടെൻഷൻ സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഹൈപ്പർ ടെൻഷൻ, അതായത് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അല്ലെ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ട് വരുന്നതാണെന്ന് പറയാൻ പറ്റാത്ത പല കാരണങ്ങൾ ചേർന്നിട്ട് ജനറ്റിക് ആയിട്ടും എൻവയൺമെന്റൽ ആയിട്ടുള്ളതും മറ്റു പല ഘടകങ്ങളും ആണ് അതിന്റെ ഒരു കാരണമായിട്ട് കണ്ടുവരുന്നത്. ഏകദേശം 90% to 95% സിറ്റുവേഷനിലും ഇതാണ് കാരണം. വളരെ ചെറിയ ഒരു ഗ്രൂപ്പിലാണ് ഈ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേക ഒരു രോഗം കാരണം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയുള്ളത്. ആ രോഗം അത് പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ പൊതുവെ ഒരു പ്രത്യേകിച്ച് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത് അത്യാവശ്യമാണ്. ഡോക്ടർ, ഹൈപ്പർ ടെൻഷന്റെ അപകടങ്ങൾ എന്തെല്ലാം? ആരോഗ്യം തകരാറിലാകുന്നത് എപ്പോഴാണ്? ഹൈപ്പർ ടെൻഷൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു ലെവലിലെ
മുകളിൽ, അത് ഹൈപ്പർ ടെൻഷൻ ലെവലിൽ നമ്മളെ രക്തസമ്മർദ്ദം നിലനിൽക്കുമ്പോൾ, അത് തുടർച്ചയായിട്ട് നിലനിൽക്കുമ്പോൾ അത് രക്തധമനികളുടെ സ്ട്രക്ചറിനെയും അതിന്റെ പ്രവർത്തനത്തെയും നമ്മുടെ പല പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്കുള്ള ഈ രക്ത ഓട്ടത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ, അതായത് ഹാർട്ട് അറ്റാക്ക് വരാം, ഹാർട്ട് ഫെയിലർ, പമ്പിങ്ങിലെ ഇഷ്യൂസ് ഹാർട്ടിന്റെ, പിന്നെ ഹാർട്ടിലുള്ള ഇടിപ്പിന്റെ വ്യതിയാനങ്ങൾ, ഇതിനൊക്കെ അത് കാരണമാകാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിന്റെ പ്രശ്നങ്ങൾ. അതിൽ സ്ട്രോക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്ട്രോക്ക്, രക്തക്കുഴൽ അടഞ്ഞുകൊണ്ടുള്ള സ്ട്രോക്ക് ഉണ്ട്. രക്തസ്രാവം വരാം, സെറിബ്രൽ ബ്ലീഡ്. ഇത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതേമാതിരി പല പല മാസങ്ങളോളം വർഷങ്ങളോളം അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഡിമെൻഷ്യയ്ക്കും അത് കാരണമാകുന്നു. വേറെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും അമിത രക്തസമ്മർദ്ദം. കിഡ്നി ഫെയിലറിൽ നമ്മുടെ ഈ ഡയാലിസിസ് ഒക്കെ വേണ്ട രീതിയിൽ കിഡ്നി ഫെയിലർ പോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് ഈ ഹൈപ്പർ ടെൻഷൻ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി, റെറ്റിനോപ്പതി വരും. ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇത്രയാണ് ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ ഈ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കുന്നമംഗലത്ത് നിന്നും അനിൽ ബാബു ആണ്. അനിൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. അത് ഞാന് പ്രഷറൊക്കെ ശരിക്കും ചെക്ക് ചെയ്യുന്ന ആളാണ്. പ്രഷറിലേനി ഒരു ദിവസം രാത്രി കിടന്ന് രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് ഈ സ്ട്രോക്ക് വന്ന് മരവിച്ച് ഒരു ഭാഗം. അപ്പം അതിനുശേഷമാണ് ഈ പ്രഷർ കൂടുതലായിട്ടുള്ളത്. അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള. സ്ട്രോക്ക് എന്നാണോ പറഞ്ഞത്? അതെ 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 ഡോക്ടർ. സ്ട്രോക്ക് അതിനുശേഷം ഇതാണ് ഇതിൽ നമ്മൾ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷൻ, ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ, ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ചികിത്സ തേടുന്നത്. ഓക്കെ, സ്ട്രോക്ക് കൊണ്ട് വന്നതല്ല ഈ ബ്ലഡ് പ്രഷർ മുന്നേ കൂടി നിന്ന കാരണം സ്ട്രോക്ക് വരികയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തതാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ ഡിമെൻഷ്യയ്ക്കും മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഹൈപ്പർ ടെൻഷൻ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഹൈപ്പർ ടെൻഷനെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണോ? അതെ, അത് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതിനുള്ള ഈ സിംറ്റംസ്, ലക്ഷണങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് മാത്രം വരുന്നത് വളരെ ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ പോലും നമുക്കൊരു പുറത്തേക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ കുറെ കാലങ്ങളോളം അത് നിൽക്കുകയും പിന്നെ ഇതേമാതിരി ഇപ്പോൾ വിളിച്ച ആൾ പറഞ്ഞതുമാതിരി പെട്ടെന്ന് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് അത് പുറത്തു വരികയും ചെയ്യും. അതായത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്. അപ്പോഴാണ് അതാണ് ഞാൻ അവയർനെസ് പറഞ്ഞില്ലേ, ഈ രക്തസമ്മർദ്ദം ഉണ്ട് എന്നുള്ള ആ ഒരു അവയർനെസ് വളരെ ചുരുക്കം പേർക്ക്, അത് 1/5 ഈ ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷൻ ഇല്ലെങ്കിൽ 1/5, ഒരു 5-ൽ ഒരാൾക്ക് മാത്രമേ എനിക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അറിയുന്നുള്ളൂ. മറ്റു പലരും ഈ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനൊരു സൈലന്റ് കില്ലർ എന്ന് പറയാനുള്ള പ്രധാന കാരണം. ഡോക്ടർ, മാത്രമല്ല എങ്ങനെ ഈ ഹൈപ്പർ ടെൻഷനെ ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കാം, എപ്പോൾ ചികിത്സ എടുക്കണം? ഈ സൈലന്റ്, അതായത് സിംറ്റംസിന്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രായത്തിന്റെ മുകളിലായാൽ, അതിപ്പം ഇപ്പോഴും ആ പ്രായം കുറച്ച് കൊണ്ടുവരികയാണ്. ബിക്കോസ് ഇപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ വേറെ എന്താ അസുഖത്തിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴും നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് സിംറ്റംസ് കാത്തു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും അതിന് കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള കണ്ടീഷൻ മനസ്സിലാവുകയുള്ളൂ. ഹൈപ്പർ ടെൻഷൻ മെഷർ ചെയ്ത്, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്ത്
അത് അത് ലെവൽ അത് നമ്മളിപ്പം ഫസ്റ്റ് ടൈം വരുന്നതാണെങ്കിൽ അത് റിപ്പീറ്റ്ലി മെഷർ ചെയ്ത് ഞങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ലെവലിൽ ഉണ്ടെന്ന് അത് തീരുമാനിക്കുകയും അതനുസരിച്ചിട്ടുള്ള അതിൻ്റെ ചികിത്സകൾ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചികിത്സ തുടങ്ങുന്നത് തന്നെ ഈ നേരത്തെ പറഞ്ഞതുമാതിരി 120/80 എന്ന ലെവലിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചികിത്സകൾ തുടങ്ങാം. അത് തുടക്കത്തിൽ അത് ഹൈപ്പർ ടെൻഷൻ എന്ന റേഞ്ചിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മുടെ ജീവിത ശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്ന അത് ഡോക്ടറുടെ ഉപദേശം തേടി മാറ്റം ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ നമുക്കത് ഹൈപ്പർ ടെൻഷൻ ലെവലിലേക്ക് പോകുന്നത് തടയാനും അത് മുഖേന കോംപ്ലിക്കേഷൻ വരുന്നത് തടയാനും കഴിയും. ഇപ്പം തുടക്കത്തിൽ തന്നെ അത് ഹൈപ്പർ ടെൻഷൻ റേഞ്ചിൽ 140-90 എന്ന റേഞ്ചിന്റെ മുകളിലോട്ട് പോവുകയും ആണ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മരുന്നുകളുടെ മരുന്ന് കൊണ്ടുള്ള ചികിത്സ ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. വ്യക്തമാണ് ഡോക്ടർ. നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും പ്രിയേഷ് ആണ്. പ്രിയേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഇപ്പൊ 2-3 വർഷമായി ഞാനിപ്പോ ഏകദേശം ടെലിപ്പാത്ത് 14 കഴിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ 90-140 ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പോ ഏകദേശം നോക്കുമ്പോ 160-150 എത്തുന്നുണ്ട്, 100-150 എത്തുന്നുണ്ട്. പക്ഷെ അതിന് മറ്റുള്ള ആരോഗ്യ പ്രശ്നമൊന്നും കാണാനില്ല. ഇപ്പം ടെൽമിസാർട്ടൻ എന്ന് പറഞ്ഞ ഗുളികയാന്ന് തോന്നുന്നു കഴിക്കുന്നത് അല്ലേ? 3 വർഷമായിട്ട് അങ്ങനെയല്ലേ പറഞ്ഞേ? ബ്ലഡ് പ്രഷർ ഇപ്പം 160-90 എന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ 100-185 എത്തിയിരുന്നു. പക്ഷെ അതിന്റെ ഈ പറയുന്ന നമുക്ക് ഇതിപ്പം ഞാൻ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ ബ്ലഡ് പ്രഷർ പ്രത്യക്ഷത്തിൽ ശരീരത്തിൽ ഒരു ദോഷമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഈ എപ്പം പ്രഷർ ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രഷർ കൺട്രോളിലല്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. 160 ഈ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് അതിന് കോംപ്ലിക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ഈ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, അതേമാതിരി കണ്ണിന്റെ എല്ലാം ബാധിക്കുന്ന രീതിയിലാണ് അതിന്റെ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഇത് നമ്മൾ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ലെവലിന്റെ താഴെ, അത് ഒരു ഡോക്ടർ, നിങ്ങളിപ്പം ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയുന്നുണ്ടാവും നിങ്ങളുടെ കാര്യത്തിൽ ഏത് ലെവലിന്റെ താഴെയാണ് ചികിത്സിച്ച് അത് കൊണ്ടുവരേണ്ടത്, ആ ലെവൽ എത്ര കൊണ്ടുവരേണ്ടതെന്ന്. അതിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള മരുന്നിന്റെ ഡോസും ബാക്കിയുള്ള ജീവിതശൈലി മാറ്റങ്ങളും ഒക്കെ വരുത്തി കൂടുതൽ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് അത് തീർച്ചയായിട്ടും ആ ഒരു ലെവലിന്റെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ചികിത്സ തുടങ്ങിയ ഡോക്ടറെ കണ്ടിട്ട് ഈ BP കൂടിയ പ്രശ്നം അത് കുറക്കാനുള്ള മാർഗങ്ങൾ തേടേണ്ടതാണ്. ഹൈപ്പർ ടെൻഷനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം ഡോക്ടർ തുടരുന്നുണ്ട്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. സാറേ, ഞാൻ 4 കൊല്ലം ഷുഗർ ഉണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നത് നോർമലാണ്. കൊളസ്ട്രോളും നോർമലാണ്. പക്ഷെ BP ഇടയ്ക്ക് ഓരോ മാസം കൂടിയും കുറഞ്ഞു വയ്ക്കും. അതായത് 140, 105, 100 ഈ ലെവലിൽ മരുന്ന് കഴിക്കണോ അതോ ഇത് ഹൈപ്പർ ടെൻഷനായി മാറോ? നമ്മുടെ തലച്ചോറിനോ ഹൃദയത്തിനോ ബാധിക്കുമോ? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇപ്പം ഹൈപ്പർ ടെൻഷന്റെ മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ പറഞ്ഞു? ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ടോ? ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഇപ്പൊ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നിങ്ങൾ നോക്കുന്നത്? അതെ, വീട്ടിൽ തന്നെയാണോ നോക്കുന്നത്? ഡോക്ടർ ചോദിച്ചത് വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ പ്രഷർ ചെക്ക് ചെയ്യാറ് എന്നതാണ് ചോദിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലാണ് ചെക്ക് ചെയ്യാറ്. പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ അത് ഡോക്ടർ അതിന്റെ ചെക്ക് ചെയ്യുന്നതിന് മുന്നേയും അത് ചെക്ക് ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടും എല്ലാം
നമുക്ക് ഈ പ്രഷറിന് എത്ര അതിന്റെ ലെവല് എത്രയാണ് കിട്ടുന്നതിന് കുറച്ച് ഹലോ. ബാധിക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ ചെയ്തിട്ടും മരുന്ന് കൃത്യമായി കഴിച്ചിട്ടും പ്രഷർ നമ്മൾ നോർമൽ ആവശ്യമുള്ള ലെവലിൽ, നോർമൽ അല്ല, നമ്മൾ ആവശ്യമുള്ള, ഇപ്പം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങളെ പ്രഷർ ഇത്ര ഇതിന് താഴെ എപ്പോഴും നിലനിർത്തണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ആ ലെവലിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, പ്രഷർ ചെക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നതിൽ എന്തെങ്കിലും അതിന്റെ സമയത്തും ഡോസിലും എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലാതെ കൂടുതൽ ഒരു മരുന്നിന് പകരം വേറൊരു മരുന്ന് ആഡ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ ഒന്നുകൂടി കണ്ടിട്ട്, അതെന്തായാലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഷുഗറും മറ്റ് പ്രശ്നങ്ങളും കൂടിയുണ്ട്, റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് പ്രഷർ ആ പറയുന്ന ലെവലിൽ താഴെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, മറ്റൊരു സംശയം എന്തെന്നാൽ ചിലർ സ്വയം ചികിത്സ എടുക്കാറുണ്ട്. ഹൈപ്പർ ടെൻഷന് മരുന്നുകൾ സ്വയം കഴിക്കാറുണ്ട്. അതിന്റെ അപകട സാധ്യതകൾ എത്രത്തോളമാണ്? ഡോക്ടറെ കാണേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ഈ സ്വയം ചികിത്സിക്കുക, അപ്പം ഏത് ലെവലില്, ഇതിപ്പം ഓരോ എല്ലാവർക്കും, നമ്മൾ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഏത് സമയത്ത് ആണ് മരുന്ന് തുടങ്ങേണ്ടത്, അത് എത്രത്തോളം തുടങ്ങണം, ഏതെല്ലാം മരുന്ന് തുടങ്ങണം, പിന്നെ തുടക്കത്തിൽ ചില മരുന്നുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ സ്വയം ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ഹൈപ്പർ ടെൻഷന്റെ ചികിത്സ അത് ഡോക്ടറെ കാണിച്ചിട്ട് അതിന്റെ പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഈ ചികിത്സ രക്തസമ്മർദ്ദം കുറക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഏതാണ് ഒരു പ്രത്യേകിച്ച് ഒരാൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, ഇതൊക്കെ നിർണയിച്ച് വേണം ചികിത്സ തുടങ്ങാൻ വേണ്ടിയിട്ടും തുടരാനും. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വയം ചികിത്സ ഇത് വളരെ ചിലപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും തങ്കമാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. തങ്കം, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? ഹലോ ഡോക്ടർ, എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ നോർമലാണ്. പക്ഷെ എപ്പോഴും തലേൻ്റെ ഉള്ളിൽ വേദന, നീർക്കെട്ട്, അതുകൊണ്ട് സ്ട്രോക്ക് വരിക എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ എന്തോ ആയിരിക്കുമോന്ന്. ഒരു 4-5 കൊല്ലം മുന്നേ സ്കാൻ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് പിന്നെ സ്കാൻ അങ്ങനത്തെ തരാറൊന്നും ഇല്ലെന്ന്. പക്ഷെ എപ്പോഴും ഇടക്കിടക്ക് തലവേദന ഭയങ്കര. പ്രഷർ മരുന്ന് കഴിക്കുന്നുണ്ട്, അത് നോർമൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. തങ്കം, കേൾക്കാമോ? ഫോണിൽ ഒന്ന് ശ്രദ്ധിക്കാമോ? കേൾക്കുന്നുണ്ട്. പ്രഷർ ഷുഗറിന് മരുന്നില്ല, കഴിക്കുന്നില്ല, അതില്ല അസുഖം. പ്രഷർ നമ്മൾ കൃത്യമായി നോക്കി അത് നോർമൽ ലെവലിലാണ് എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ അത് പ്രഷറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്. ഏതിനാ മരുന്ന് കഴിക്കുന്നേ? തങ്കം, ഒന്നുകൂടി ആവർത്തിക്കാമോ? ഫോണിൽ ശ്രദ്ധിക്കാമോ? ടിവിയിലെ വോളിയം കുറച്ച് വെച്ച്. ഈ തലേൻ്റെ ഉള്ളിൽ നിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ വേദന വരും, നീർക്കെട്ട് പോലെ. അത് എന്താണ്, സ്ട്രോക്കൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പ്രഷറും ഷുഗറും ഒന്നുമില്ല, ആസ്തമാന്റെ തകരാറുണ്ട്. ഓക്കെ, സ്ട്രോക്ക് വരും എന്നുള്ള പേടി, എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ട്രോക്കിന് വരാനുള്ള എന്തെങ്കിലും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, അത് വരാൻ ഉള്ള സാധ്യതകൾ എന്തോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇപ്പം ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള പരിശോധനകൾ ചെയ്ത് കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും അബ്നോർമലായിട്ട് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ തേടുക എന്നുള്ളതാണ് അതിന്. ഡോക്ടർ, നമുക്ക് തുടരാം. ഡോക്ടർ, ഈ പ്രായപൂർത്തിയായ, അതായത് യുവാക്കൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. ഇത് പലരും അറിയാറില്ല എന്നതാണ് വാസ്തവം, അല്ലേ? അതെ, അതുകൊണ്ടാണ് ഇപ്പോഴേ മുൻപൊക്കെ ആണെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞാല് നമ്മൾ പ്രഷർ നോക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു ധാരണയായിരുന്നു. ഇതിനു മുന്നേ തന്നെ 30 വയസ്സിന് താഴെയുള്ള ഹൈപ്പർ ടെൻഷൻ നിർണ്ണയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലുമായിട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലോ അല്ലെ അതിനായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുകയും അത് നോർമൽ ലെവലിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കുകയും
അത്യാവശ്യമാണ്. ഈ നേരത്തെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ കൂടിയ സ്ഥിതിയാകുമ്പോൾ അതിന് കോംപ്ലിക്കേഷൻ നേരത്തെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ച് തുടക്കത്തിൽ തന്നെ നമ്മളെ ചില ജീവിതശൈലിയിൽ മാറ്റങ്ങളും ആവശ്യം ഉണ്ടെങ്കിൽ മരുന്നും തുടങ്ങേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കതിരൂരിൽ നിന്നും രജനിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് ഇപ്പൊ അടുത്ത് പ്രഷർ കൂടിയിട്ട് 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്നു. അപ്പൊ 2 ദിവസം ഹൈ പ്രഷർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ പിന്നെ 2 ഗുളിക തന്നിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ പേര് ഞാൻ ഡോക്ടർക്ക് പറഞ്ഞുതരാം. അപ്പൊ അത് കുടിച്ചിട്ടും ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഭയങ്കര തലവേദനയാ. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം നടക്കുകയെല്ലാം ചെയ്യുമ്പോൾ കുറയുന്നുണ്ട്. അത് BP സംബന്ധമായിട്ടായിരിക്കുമോ? അമ്നോവാസ്മായിട്ടുള്ള ഒരു ഗുളിക. മരുന്ന് തുടങ്ങിയതിന് ശേഷമാണോ തലവേദന തുടങ്ങിയത്? അതേ എനിക്കുണ്ടായിരുന്നു, പക്ഷെ മരുന്ന് കഴിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ BP ഒക്കെ ഇതിനടുത്ത് നോക്കിയാൽ നോർമൽ ആയിട്ടാണ് കണ്ടത്. തലവേദന അത് BP കൂടിയത് കൊണ്ടുള്ള തലവേദന തന്നെയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടി വരും. ഇതിപ്പം ഡോക്ടറെ കാണിച്ചിട്ട് അല്ല, തലവേദനക്ക് പല BP കൊണ്ടുള്ള തലവേദന അത്ര സാധാരണയായിട്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് അത് കണ്ടുവരുന്നത്. അല്ല, ഫസ്റ്റ് എനിക്ക് തലവേദന ആയിട്ടാണ് ഡോക്ടറെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഹൈ പ്രഷറാന്ന് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. അപ്പൊ ഇപ്പോഴും അത് പകലൊന്നും പ്രശ്നമില്ല, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല തലവേദന. രാവിലെ എഴുന്നേറ്റ് കുറച്ചങ്ങ് ശരിയായാല് കുഴപ്പമില്ല. BP ഇപ്പം കൺട്രോളിലാണ്, നിങ്ങൾ നോർമൽ ലെവലിലാണ്. ഡോക്ടറെ പിന്നെ പോയി കണ്ടിരുന്നോ? ഇല്ല, ഇനിയിപ്പോ എപ്പോഴെപ്പോഴാ നമ്മളിങ്ങനെ BP ചെക്ക് ചെയ്യേണ്ട, മാസത്തിലാണോ ആഴ്ചയിലാണോ, അതും ഒന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. അതിപ്പോ BP നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പം കണ്ടുപിടിച്ച സ്ഥിതിയിൽ മരുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മരുന്ന് തുടങ്ങിയാൽ ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് നേരത്തെ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലോ 3 ആഴ്ച, അതിപ്പോ ഡോക്ടർ നിങ്ങളോട് ഏത് മരുന്ന് തുടങ്ങിയ അനുസരിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ ഇടക്ക് കൂടുതൽ, അതായത് 2-3 ആഴ്ച BP കൺട്രോൾ ആകുന്ന രീതിയിൽ ഡോക്ടർ പറയുന്ന ഇടവേളകളിൽ തന്നെ പോയി കാണുകയും പിന്നെ BP കൺട്രോൾ ആയി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ആയി എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഇടവേളകൾ അത് കൂട്ടിയിട്ട് അത് 3 മാസം മുതൽ 6 മാസം വരെ അത് ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് പോയാൽ മതിയാവും. അപ്പൊ എനിക്ക് അധികം ഇങ്ങനെ ഒരു മൂർത്തിന്നൊരു പുകച്ചിൽ പോലെ, ബാക്കിൽ നിന്നൊരു വേദന പോലെ വരുത്താം BP തോന്നല എനിക്ക്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഈ മരുന്നിന്റെ ഡോസ് കൂട്ടാല് അടുത്ത ഡോക്ടറെ കാണിക്കുക അങ്ങനെയൊക്കെ വേണോന്നുള്ളതാണ് ചോദിക്കുന്നത് ഡോക്ടർ. അല്ല, അത് പറഞ്ഞത് അത് നിങ്ങളൊരു 1-2 ആഴ്ച മരുന്ന് കഴിച്ച് അത് ഡോക്ടർ കാണാൻ പറഞ്ഞെങ്കിൽ അത് വീണ്ടും കണ്ട് അത് വീണ്ടും ഒന്ന് ഡോക്ടർ നോക്കിയിട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടി വരും. കൂടുതൽ ഡോസിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളെ ഭക്ഷണ കാര്യത്തിലും അതേമാതിരി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരുന്നുണ്ടാവും. അത് തുടരുക വേണ്ട. പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഹൈപ്പർ ടെൻഷൻ നമ്മൾ തുടക്കത്തിൽ, അതായത് നമ്മുടെ ഈ നോർമൽ ലെവലിന്റെ മുകളിലോട്ട് പോയി തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് നമ്മുടെ പൊതുവെയുള്ള അതാണ് പറഞ്ഞത്, ഈ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ അത്യാവശ്യമായി വരുത്തേണ്ടതാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിലാണെങ്കിൽ ഉപ്പിന്റെ അളവ് പൊതുവേ നമ്മുടെ ഇടയിൽ ഉപ്പിന്റെ അളവ് വളരെയധികമാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് കൊണ്ടുവരണം. ഏകദേശം പറയുന്നത് നമ്മളിപ്പോൾ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 4 ഗ്രാമിന്റെ നമ്മളെ ടേബിൾ സാൾട്ട് ഉണ്ടല്ലോ, അത് സോഡിയം ക്ലോറൈഡ്, അത് അതിൽ താഴെ മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ആവറേജ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ പൊതുവെ 8ന്റെ മേലെ 8 തൊട്ട് 10 ഗ്രാം വരെയാണ് പൊതുവെ നമ്മളെ നോർമൽ ഫുഡ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം അത് വളരെ കുറച്ച് കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതൽ ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും അതേമാതിരി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇത് കൂടുതലും, പിന്നെ പ്ലാന്റ് പ്രോട്ടീൻസ്, സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ, ഇതും കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി, മഗ്നീഷ്യം, ഇതേമാതിരിയുള്ള മിനറൽസ്, ഇതൊക്കെ ഫ്രൂട്ട്സ് ഒന്നും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്.
ഭക്ഷണ കാര്യത്തിലാണ് ഇത്രയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. മറ്റ് ഒരു പ്രധാനപ്പെട്ടതാണ് നമ്മളെ വ്യായാമം. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ BP 120-80 മുകളിൽ മുകളിൽ ആണെന്ന് കണ്ടു തുടങ്ങിയാൽ തന്നെ ഒരു മിതമായ രീതിയിലുള്ള വ്യായാമം, അത് ഒരാഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ, അതായത് ഒരു ദിവസം 30 മിനിറ്റ് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിതമായ രീതിയിൽ ആണ് വ്യായാമം ചെയ്യേണ്ടത്. അതായത് കുറച്ച് സ്പീഡിൽ നടക്കുക, ഇല്ല ചെറിയ തോതിൽ നീന്തൽ, ഇതേമാതിരിയുള്ള വ്യായാമം ഒരു 30 മിനിറ്റ് ചെയ്യുന്നതും അത് കൂടുതൽ BP കൂടുതൽ കൂടാനും അതേമാതിരി അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷനും മൊത്തത്തിലുള്ള നമ്മളുടെ ആരോഗ്യത്തിനും അത് വളരെ ഹെൽപ്ഫുള്ളാണ്. വ്യക്തമാണ് ഡോക്ടർ. ഹൈപ്പർ ടെൻഷൻ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രമോദ് VK ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.